നമസ്കാരം. പ്രധാന വാർത്തകൾ. പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേർ കൂടി അറസ്റ്റിൽ. കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ്. നേരത്തെ കേസിൽ 11 പേർ അറസ്റ്റിലായി. പാലക്കാട് രേഖകളില്ലാത്ത 2,31,00,000 രൂപയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. നൂറണി സ്വദേശികളായ കൃഷ്ണൻ, ഹാരിസ് എന്നിവരാണ് പിടിയിലായത്. ഓട്ടോറിക്ഷയിൽ പണം കടത്തുന്നതിനിടെയാണ് ഇരുവരും അറസ്റ്റിലായത്. താഴേക്കോട് സ്വകാര്യ ബസ്സിൽ വെച്ച് വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. ബിഡാത്തി സ്വദേശിയായ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. താഴേക്കോട് സ്വദേശി ഹംസയെയാണ് യുവാവ് ക്രൂരമായി മർദ്ദിച്ചത്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് പശുക്കുട്ടിയെ തന്റെ കൺമുന്നിൽ വെച്ച് കടുവ പിടിച്ചതായി കർഷകൻ. മേയ്ക്കാൻ വിട്ട പശുക്കുട്ടിയെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വലിയ കടുവയാണ് എത്തിയതെന്നും കർഷകൻ ബഷീർ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ CPM വിമതരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചന. CPMൽ നിന്ന് പുറത്താക്കിയ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഓലിക്കൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കും. പഞ്ചായത്തിൽ ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേർ കൂടി അറസ്റ്റിൽ. കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതികളായ 5 പേരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 12-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബൈക്കിൽ സഞ്ചരിച്ച പ്രവാസി വ്യവസായിയെ പാണ്ടിക്കാട് ടൗണിനടുത്തുനിന്ന് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം ജില്ലയിൽ നിന്നാണ് പ്രവാസി വ്യവസായിയായ ഷമീറിനെ കണ്ടെത്താനായത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 11 പേരെ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പുറമെയാണ് മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 5 പേർ കൂടി അറസ്റ്റിലാകുന്നത്. ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻകേരൻ ഷമീർ, കാളിടകത്ത് നസ്രു, അകലാട് മുന്നേരി സുഫീർ, ചൊവ്വന്നൂർ സ്വദേശി തൊണ്ടൻപേരി അൻസാർ, തിരുനെല്ലൂർ സ്വദേശി ചേക്കര നജീബ് റഹ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, ജൂനിയർ SI അക്ഷയ്, ASI മുഹമ്മദ് ഫൈസൽ, ഉദ്യോഗസ്ഥരായ സോവിഷ്, കെ പ്രശാന്ത്, NT കൃഷ്ണകുമാർ, M മനോജ് കുമാർ, കെ പ്രഥുൽ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് പശുക്കുട്ടിയെ തന്റെ കൺമുന്നിൽ കടുവ പിടിച്ചതായി കർഷകൻ. തത്തേങ്ങലം ധാന്യം കാട്ടിൽ മേയ്ക്കാൻ വിട്ട പശുക്കുട്ടിയെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. തത്തേങ്ങലം മേലേതിൽ ബഷീറാണ് പശുവിനെയും കുട്ടിയെയും ആടുകളെയുമായി താണിയംകാട്ടിൽ മേയ്ക്കാൻ ഇറങ്ങിയത്. പമ്മിയെത്തിയ കടുവ പശുക്കുട്ടിയുടെ മേലേക്ക് ചാടി വീഴുകയായിരുന്നുവെന്ന് ബഷീർ പറഞ്ഞു. ഒച്ച വെച്ചതോടെ മടങ്ങി. 2 തവണ കൂടി വീണ്ടും എത്തി. ഞാൻ പശുവിനെ ആട്ടിൻകൂടെ തീറ്റയും കൂടെ വിൽക്കാൻ തൊട്ട് അകത്തന്നെ നിന്നിട്ട് അതിൽ മഴ പെയ്യുന്നതിന് മുമ്പേ ആടുകുട്ടികൾ തീരെ വെട്ടിക്കൊണ്ട് അതിൻ്റെ കണ്ണു മുന്നിൽ നിന്നാണ് ഈ സാധനം ചാടി പിടിക്കുന്നത്. അതായത് ഒറിജിനൽ കടുവ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കടുവ വരെയെന്നാണ്. പൈക്കുട്ടിനെ ഇതിൽ പിടിച്ചാൽ മറിച്ചു പൈക്കുട്ടിയും അതുമാടെ മറിഞ്ഞ് താഴെ വീണതിൻ്റെ പെരടി ഒടിഞ്ഞിട്ട് അങ്ങനെ അത് എന്നിട്ടും കുറേ നേരം ഇങ്ങോട്ട് എണിച്ച് വന്നു. അതിനാണ് വീണ് നഷ്ടപ്പെട്ടു. എന്നിട്ട് 2 പ്രാവശ്യം വീണ്ടും കടുവ വന്നു. ആ മഴ തോന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം മറിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ തൊട്ടടുത്ത് എത്തിയ ഈ വീട് കിടക്കേണ്ട അവിടം വരെ വന്നു. 2 പ്രാവശ്യം വന്നതാണ്. നല്ല വലിയ സാധനം. അത് ഏതാണ്ട് ഈ പൊക്കം വരും. ആ പൈക്കുട്ടനാണ് പൊക്കം. പിടിച്ചേക്ക് മറിഞ്ഞു 2 മഴ. അത്രയും ആ സാധനം മറിച്ച് തുടങ്ങി ചെറിയ സാധനം കൊണ്ട് കഴിയില്ല. മഴ സാധനം മറിച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ പിന്നെ വെറ്റനൊക്കെ പാടെ ആട്ടി വെച്ചാൽ പിന്നെ വെറ്റൻ ആട്ടിക്കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരും കൂടെ വന്നിട്ട് പിന്നെ ആ സാധനത്തിന് നോക്കുക. എന്നിട്ടാണ് 2 പ്രാവശ്യം പിന്നെയും വന്ന സാധനം വെച്ചുണ്ടാക്കിയത്. ഇപ്പോഴും പോയില്ല സാധനം അതാണ് കടന്നില്ല. അതാണ് അവിടെ കുരങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്, വേറിയ സാധനമല്ല. വരുന്ന താരം 1.5 വയസ്സ് കഴിഞ്ഞു പൈക്കുട്ടി. ഇപ്പോൾ കഴിക്കുമ്പോൾ ഈ സാധനം പറയാൻ ചുറ്റി മറ്റിയാൽ നടക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാട്ടിനോട് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാട്ടിൻ്റെ അടുത്തല്ലേ. വാട പിടിച്ചു. ഇപ്പോൾ 2-3 പ്രാവശ്യം വെള്ളം കണ്ടു. അതിൻ്റെ പുറത്തിപ്പോൾ ഇങ്ങനെ അനുഭവമുണ്ടായി. ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള അനുഭവം ഉണ്ടായി. വരുമ്പോൾ അല്ല കണ്ടു. ബഷീറിന്റെ 1.5 വയസ്സ് പ്രായമുള്ള പശുക്കുട്ടിയാണ് ചത്തത്. പ്രദേശത്ത് നിരന്തരം പുലിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന മേഖലയാണ്. വനപാർഗ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. സ്വകാര്യ ബസ്സിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബിഡാത്തി സ്വദേശിയായ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തതായി പെരിന്തൽമണ്ണ പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം താഴേക്കോട് നിന്നും കരിങ്കല്ലത്താണിയിലേക്കുള്ള യാത്രാ മധ്യേയാണ് താഴേക്കോട് സ്വദേശി ഹംസയെ യുവാവ് മർദ്ദിച്ചത്. ബസ്സിൽ വച്ച് യുവാവ് ഹംസയുടെ കാലിൽ ചവിട്ടി. ഇതേ തുടർന്ന് അല്പം മാറി നിൽക്കാൻ ഹംസ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായാണ് യുവാവ് അസഭ്യവർഷം നടത്തി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് വിവരം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഹംസയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു.
ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളതെന്നും ഇയാളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണെന്നും പോലീസ് അറിയിച്ചു. സ്കൂൾ വിട്ട സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ്സിൽ നിറയെ യാത്രക്കാരും ഉണ്ടായിരുന്നു. പാലക്കാട് കാണിക്കമത സ്കൂൾ പരിസരത്തു നിന്നും വാഹന പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 2,31,00,000 രൂപയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. നൂറണി സ്വദേശികളായ കൃഷ്ണൻ, ഹാരിസ് എന്നിവരെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ പണം പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ഇവിടെ സാക്ഷി വീഡിയോ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടന്നത്. പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പണം കടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. നൂറണി സ്വദേശികളായ 55-കാരൻ കൃഷ്ണൻ, 40-കാരനായ ഹാരിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജ്വല്ലറികളിൽ നിന്ന് പഴയ സ്വർണം വാങ്ങുന്നതിനായി കൈവശം വെച്ചിരുന്ന പണമാണിത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പണത്തിന്റെ ഉറവിടത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സൗത്ത് ഇൻസ്പെക്ടർ S. വിപിൻകുമാർ, SI-മാരായ M. സുനിൽ, ശിവകുമാർ, ASI നവോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, രാജീവ്, വിനോദ്, അനിൽകുമാർ, ജിതിൻ, റെനിചന്ദ്രൻ, KS ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. 7 CPM വിമതർ മത്സരിക്കുമെന്ന് സൂചന. CPM-ൽ നിന്ന് പുറത്താക്കിയ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഒലിക്കൽ പള്ളിപ്പടി വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും. ആകെയുള്ള 21 വാർഡിൽ 5 വാർഡുകളിൽ CPI-യും 1 വാർഡിൽ NCP-യും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജനതാദൾ കൃഷ്ണൻകുട്ടി വിഭാഗവും ഓരോ വാർഡിൽ മത്സരിക്കും. ബാക്കിയുള്ള 13 വാർഡുകളിൽ CPM-ഉം മത്സരിക്കാനാണ് നിലവിലെ ധാരണ. NCP 1 വാർഡ് കൂടി അധികം ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. CPM-ലെ വിഭാഗീയതാണ് ഇടതുമുന്നണിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. വിമത CPM-ന് സ്വാധീനമുള്ള 7 വാർഡുകളിൽ സ്വതന്ത്രരെ നിർത്താനാണ് വിമതപക്ഷം ആലോചിക്കുന്നത്. സ്വതന്ത്രരെ നിർത്തി 7 വാർഡും പിടിക്കാനുള്ള പ്രവർത്തനമാണ് വിമത വിഭാഗം നടത്തുന്നത്. 13-ാം വാർഡ് പള്ളിപ്പടിയിൽ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഒലിക്കലാണ് മത്സരിക്കുന്നത്. CPM-ൽ നിന്ന് അരുണെ പുറത്താക്കിയതാണ്. ഇതിനിടെ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാർട്ടി നടത്തുന്നുണ്ടെങ്കിലും വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനരക്ഷായാത്രയ്ക്ക് തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് കുളപ്പടയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം യാത്ര ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലയിലും പിടിപ്പുകളും അഴിമതിയും കൊണ്ട് ഉദ്യോഗസ്ഥരെ വെച്ച് നടത്തുന്ന രാഷ്ട്രീയ ചൂതാട്ടങ്ങൾ അഹങ്കാരത്തിനും ധിക്കാരത്തിനും. നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനും എതിരെയാണ് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരക്ഷായാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. സംശുദ്ധ ഭരണത്തിന് അഴിമതിരഹിത നെല്ലായയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന യാത്രയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് കുളപ്പടയിൽ നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം ജനരക്ഷായാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ബഹുമാന്യരായ നേതാക്കന്മാർ ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് പത്രസമ്മേളനത്തിലൊക്കെ UDF-ന്റെ നേതാക്കന്മാർ രേഖാമൂലം പത്രക്കാരോട് ജനങ്ങളോട് പറയുന്നത് നമുക്കൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ 9 കൊല്ലമായി കേരള സർക്കാർ പഞ്ചായത്തുകളെ ഞെരുക്കി മെരുക്കി കൊല്ലുകയാണ്. ആ ഞെരുക്കി മെരുക്കി കൊല്ലുന്നതിൻ്റെ ഇടയിൽ കൊടുത്ത ഫണ്ടുകൾ, ആ ഫണ്ടുകൾ വരെ ഉപയോഗപ്പെടുത്താൻ ഭരണകക്ഷിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തികച്ചും ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇനി ചെറിയ ശതമാനം ചെലവഴിച്ചപ്പോൾ ഉണ്ടായ അപാകതകൾ, ആ അപാകതകൾക്ക് ഭരണകക്ഷി മറുപടി പറയേണ്ടതുണ്ട്. യാത്രയുടെ 2ാം ദിവസം മാവുണ്ടിക്കടവിൽ നിന്ന് ആരംഭിച്ചു.
മുതിർന്ന കോൺഗ്രസ് ലീഗ് നേതാക്കൾ ജാഥ ക്യാപ്റ്റന്മാർക്ക് ഹാരാർപ്പണം നടത്തി. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി ക്യാപ്റ്റനായും മൂസ പേങ്ങാട്ടി വൈസ് ക്യാപ്റ്റനായും ഹംസത്ത് മാടാല, N ജനാർദ്ദനൻ, PP അൻവർ സാദത്ത് എന്നിവർ ഡയറക്ടർമാരും, KMK ബാബു, N ബിജു, MP രാമകൃഷ്ണൻ, മാടാല മുഹമ്മദ് അലി എന്നിവർ കോർഡിനേറ്റർമാരും, KP മുഹമ്മദ് മാനേജറുമായി നടക്കുന്ന ജനരക്ഷായാത്ര 2ാം ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മൂളൂരിൽ സമാപിക്കും. 3ാം ദിവസം കല്ലിടുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പട്ടിശ്ശേരിയിൽ സമാപിക്കും. ഇവിടെ പെൻഷന്റെ കാര്യം മറ്റൊക്കെ അവർ പറയുന്നുണ്ടോ? ഞങ്ങൾ അതൊന്നുമല്ല. നിങ്ങൾ മനസ്സിരുത്തി ഇവിടുത്തെ നാട്ടുകാരോട് അവര് പറയുന്നുണ്ട്, ഇവര് ഇലക്ഷനായപ്പോ ഇറങ്ങിയതാണ് 5 കൊല്ലം എവിടെയാണ്? നമുക്കറിയാമല്ലോ, 19 മെമ്പർമാരാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത്. അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞതാണ് 3 പേര് വിജയിച്ചാൽ മതി, ബാക്കി 16 പേര് ഇടതുപക്ഷം വിജയിക്കട്ടെ. ആ 3 പേര് കൃത്യമായി നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ഈ മുന്നണിയുടെ ഭാഗമായി അവർക്കുള്ള വിയോജിപ്പുകൾ എഴുതിയിട്ടുണ്ട്. വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാളികേര ഉൽപാദനത്തിൽ നാം ഇനിയും മുന്നേറേണ്ടത് ഉണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. നാളികേര കൃഷിയുടെ ഉത്പാദനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിച്ച് കേര കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വല്ലപ്പുഴയിൽ നടന്നത്. നാളികേര ഉത്പാദനത്തിൽ നാം ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരഗ്രാമം പദ്ധതിയിലൂടെ നാളികേരത്തിന്റെ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. നാളികേര കർഷകർക്ക് ഗുണപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. സംഭരണം, സംസ്കരണം, വിപണനം എന്നീ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട്. നാളികേരത്തിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ബ്രാൻഡിങ്ങും ചെയ്യണമെന്നും കൃഷിഭവനുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, FPOകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും ഇതിനായി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. പരിചരണം കുറഞ്ഞപ്പോൾ മെച്ചമുണ്ടായ ചെല്ലികൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തിൽ കുറഞ്ഞു. ഇപ്പോൾ നാളികേരത്തിന് സാമാന്യം നല്ല വിലയിൽ കിട്ടിയിട്ടുണ്ട്. ആ വിലയെല്ലാം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ കേരഗ്രാമം പദ്ധതി ഇട്ടത്. നാളികേരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് അഭിമാനവും ആവേശവും പറയാനുണ്ടെങ്കിൽ ഉൽപാദനക്ഷമതയും നമ്മൾ വളരെ കുറഞ്ഞു. സമീപ സംസ്ഥാനത്തേക്കാൾ നമ്മൾ പുറകോട്ട് പോയി. നമ്മൾ മുമ്പോട്ട് വരണം, മറ്റൊരു സംസ്ഥാനത്തേക്കാൾ മുന്നിൽ വരണം എന്നൊക്കെ ചല്ല നമ്മൾ പറഞ്ഞു. മലയാളിയുടെ ജീവിതം ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്നു. കുറെ ഏറെ പേർ ജീവിതം കരുപിടിപ്പിക്കുന്ന കാർഷിക മേഖലയാണ്. അതുകൊണ്ട് നാളികേര കർഷകരെ സഹായിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതുമാണ് കേരഗ്രാമം. കേരഗ്രാമം ഉണ്ടായത് കടന്നു നോക്കി, ഉണ്ടായിരുന്നതിനെ കടന്നു നോക്കി. കേരഗ്രാമം എങ്ങനെയാണ് കേരഗ്രാമം നമുക്ക് മെച്ചമുണ്ടായത്? കേരഗ്രാമത്തെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ടുമില്ല. പൈസ ചുമതലപ്പെടുത്തതിന് അനുസരിച്ചിട്ട് അവർ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തു. കേരഗ്രാമം ഉണ്ടായ അടിസ്ഥാനത്തിൽ ഉൽപാദനക്ഷമത കൂടി, ഉൽപാദനം കൂടി. അതൊരു ഗുണപരമായ മാറ്റം. അവിടെ കേരഗ്രാമം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വ്യാപനത്തിന്റെ പട്ടികയിലായിരിക്കും വല്ലപ്പുഴ എത്തി. വല്ലപ്പുഴയ്ക്ക് ഒരുപാട് അവാർഡുകൾ കഴിഞ്ഞ കാലത്ത് കിട്ടിയിട്ടുണ്ട്. മികച്ച ഗ്രാമപഞ്ചായത്ത് കൃഷിക്ക് പഞ്ചായത്തിന് അവാർഡ് തീരുമാനിച്ചു. ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായി. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറുമുഖ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആശ R പദ്ധതി വിശദീകരണം നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NP സത്യഭാമ, UV ദീപ, CDS ചെയർപേഴ്സൺ സെലീന, ഷൊർണൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമല J, വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി A നൌഫൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ മരുതങ്കാട് ആദിവാസി ഉന്നതിയിൽ അനധികൃത മദ്യവിൽപ്പന. പോലീസിലും എക്സൈസിലും പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഉന്നതി നിവാസികൾ. ഉന്നതിക്ക് പുറത്തുനിന്നുള്ള ആളാണ് അനധികൃതമായി മദ്യമെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നത്. ഉന്നതിയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയാണ് വിൽപ്പന. ഉന്നതിക്ക് പുറത്തുള്ളവരും മദ്യപിക്കാനായി ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന അനുവദിക്കരുതെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം. മദ്യവിൽപ്പന പോലീസിനെയും എക്സൈസിനെയും അറിയിച്ചെങ്കിലും മദ്യം വിൽക്കുന്നയാളെ പിടികൂടി അറിയിക്കാനാണ് പോലീസും എക്സൈസും പറഞ്ഞതെന്നാണ് ഉന്നതി നിവാസി പറഞ്ഞു. മദ്യവിൽപ്പന ചോദ്യം ചെയ്തവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. അങ്ങനത്തെ പരിപാടി ഇല്ലാന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ കടയിൽ പോയപ്പോ ഇയാളെ എന്നോട് നീ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പ്രൊമോട്ടർമാർ, എന്റെ ST കോളേജിലെ പ്രൊമോട്ടർമാർ, എന്റെ വീട്ടിലെ കുടുംബം എന്റെ കുടുംബമാണ്.
നിങ്ങൾ അയാളോട് ഒന്ന് പറഞ്ഞേക്കണേ, നിങ്ങൾ അയാളോട് പറഞ്ഞേക്കണേ ഞാൻ അങ്ങനത്തെ സംഭവം. നിരോധനം ലംഘിച്ച് പന്നികളുമായി വന്ന വാഹനങ്ങൾ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർഷകർ തടഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CV കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കർഷകർ കഴിഞ്ഞ ദിവസം കാത്തിരുന്ന വാഹനങ്ങൾ തടയുകയായിരുന്നു. ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്ന സാഹചര്യത്തിൽ 6 മാസത്തേക്ക് കേരളത്തിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3-നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. പന്നികളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനും പാടില്ല എന്നാണ് ഉത്തരവ്. ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ചില മാംസവിൽപ്പനക്കാരും ഇടനിലക്കാരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പന്നികളെ കടത്തുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ടോൾ കേന്ദ്രങ്ങളിലും കാര്യമായ പരിശോധനകളില്ല. ഇതിനാൽ കാവലിരുന്നാണ് പന്നിയങ്കരയിൽ നിരോധനം ലംഘിച്ച് പന്നികളുമായി എത്തിയ വാഹനങ്ങൾ കർഷകരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. വാളയാർ മുതൽ അങ്കമാലി വരെ പല ഭാഗങ്ങളിലും കാവലിരുന്നാണ് പന്നികളുമായി എത്തുന്ന വാഹനങ്ങൾ പിടികൂടുന്നതെന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പിടികൂടിയ പന്നികളെ രാത്രി തന്നെ കിഴക്കഞ്ചേരിയിലെ വെറ്റിനറി ആശുപത്രി കോമ്പൗണ്ടിലേക്ക് മാറ്റി. 52 പന്നികളാണ് ഉണ്ടായിരുന്നത്. നിരോധനം ലംഘിച്ച പന്നികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളെ തടയുന്നത് തുടരുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണ്ണാർക്കാട് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണ്ണാർക്കാട് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 1377 പോയിന്റ് നേടിയാണ് മണ്ണാർക്കാട് ഉപജില്ല ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. 1302 പോയിന്റ് നേടി ഒറ്റപ്പാലം ഉപജില്ല 2ാം സ്ഥാനവും തൃത്താല ഉപജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാലയങ്ങളിൽ 319 പോയിന്റ് നേടി ആലത്തൂർ BSS ഗുരുകുലം 1ാം സ്ഥാനം കരസ്ഥമാക്കി. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാനും സാധിക്കുന്നത്. പക്ഷേ ആ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ പക്ഷേ ഈ ഒരു ശാസ്ത്രമേളയായിരിക്കും ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒരു ഫസ്റ്റോ സെക്കൻഡോ മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് ഇത്തരത്തിലുള്ള ഓരോ. ഇപ്പോൾ നമുക്കറിയാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേളകളുടെ ഒരു കാലമാണ്. ഇനി കലോത്സവങ്ങൾ നടക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് സംസ്ഥാന തലത്തിലുള്ള ശാസ്ത്രമേള നടക്കാനിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മേളകളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം. കാരണം നമുക്കറിയാം ഒരുപാട് കഴിവുകളുള്ള വിദ്യാർത്ഥികളായിരിക്കും ഇന്നിവിടെ പങ്കെടുക്കുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ്. ചിലവർക്ക് നല്ല പഠനത്തിനായിരിക്കാൻ കഴിയും. പക്ഷേ മറ്റു പലർക്കും നമുക്കറിയാം നമ്മൾ 2-3 ദിവസം ഇവിടെ പല ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരുപാട് ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയ പല വിദ്യാർത്ഥികളും ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം ശാസ്ത്രലോകം ഇന്ന് ഒട്ടേറെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ ഇന്ന് ഈ ഒരു ശാസ്ത്രലോകം വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാലം കൂടിയാണ്. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ KT റുക്കിയ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ A സാബരി മുഖ്യാതിഥിയായി. DDE TM സെലീന BV, കമ്മുകുട്ടി എടത്തോൾ, നഗരസഭാ കൗൺസിലർ C സംഗീത, ഷൊർണൂർ AEO സുവർണകുമാരി, EP റിയാസ്, ആസിയ സലാം, PT മൊയ്തീൻകുട്ടി, K ഷംസുദ്ദീൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അറുപത്തിനാലാമത് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം 27, 28, 29 തീയതികളിലായി അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 64ാമത് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവമാണ് 27, 28, 29 തീയതികളിൽ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. 15 വർഷത്തിനു ശേഷമാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ കലാമാമാങ്കത്തിന് ആതിഥ്യമരുളുന്നത്. 80-ൽ പരം സ്കൂളുകളിൽ നിന്നും LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ 6000-ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 15 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അനങ്ങനടി ഹൈസ്കൂൾ, സ്കൂൾ ഗ്രൗണ്ട്, മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോത്തകുറിശി സർവീസ് സഹകരണ ബാങ്ക് ഹാൾ, ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിലായാണ് 15 വേദികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്കൂളിനടുത്തുള്ള DS ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. 27-ന് AEO അബ്ദുൽ ഖാദർ പരിപാടിയുടെ ലോഗോ പതിപ്പിച്ച
പതാക ഉയർത്തുന്നതോടെ കലാമാവാകത്തിന് തുടക്കമാകും. 28-ന് വി കെ ശ്രീകണ്ഠൻ MP, പി മമ്മിക്കുട്ടി MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം ഈ വരുന്ന 27, 28, 29, 30 തീയതികളിലായിട്ട് അനങ്ങമലയുടെ താഴ്വാരത്ത് പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ കലോത്സവം 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നത്. കലോത്സവത്തിന് ഏറ്റവും മാറ്റുകൂട്ടുന്നത് അവിടുത്തെ പ്രകൃതി രമണീയമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും സന്തോഷകരമായി ഉപജില്ലാ കലോത്സവം നടത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ എല്ലാ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും സംഘാടകരുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗമായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത കലോത്സവത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കലാപ്രേമികളായ ഏറ്റവും കൂടുതൽ കലയെ സ്നേഹിക്കുന്ന പാലക്കാട് ജില്ലക്കാരായ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും കലാ ആസ്വാദകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 30-ന് വൈകിട്ട് കെ പ്രേംകുമാർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ചന്ദ്രൻ, ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ PR രജി, ട്രഷററും ഒറ്റപ്പാലം AEOയുമായ അബ്ദുൽ ഖാദർ, ജോയിന്റ് കൺവീനറും അഡ്മിനിസ്ട്രേറ്ററുമായ B ശ്രീജ, മാനേജർ OK മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ പട്ടിക്കാട് റെയിൽവേ പാളം കടക്കാൻ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴി റെയിൽവേ അധികൃതർ അടച്ചതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. ഏറെ പ്രയാസപ്പെട്ട് റെയിൽവേ പാളം മുറിച്ചു കടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ റെയിൽവേ അടിപ്പാത അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ പട്ടിക്കാട് ശാന്തപുരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടുകാർ നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗം റെയിൽവേ അധികൃതർ അടച്ചു. ദിനംപ്രതി വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന വഴിയാണ് റെയിൽവേ അധികൃതർ അടച്ചത്. വഴി റെയിൽവേ അടച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അടച്ച ഭാഗം തുറന്നു കൊടുക്കണമെന്നും ഇവിടെ അടിപ്പാത അനുവദിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വഴി പണ്ടേ അല്ല, എനിക്ക് മുടിയടക്ക് അന്നേ അല്ല. നമ്മൾ ഇതിൽ കൂടി കാക്കാലിയിലൊക്കെ കുറഞ്ഞ ഇവിടുന്ന് പോലെ വണ്ടിക്ക് നടക്കൊണ്ടതിന് ഒരു കാലം ഉണ്ടായിരുന്നു, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അവരെ വചന അടച്ചു. നമുക്ക് പോകാനും പോയാലും ഭയങ്കര പ്രയാസമുണ്ട്. അന്ന് റോഡൊന്നുമില്ല, ഒക്കെ നടവജല്ലേ, തളി അല്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന്മാരിഞ്ഞ് ഇതിലേ പോകാറുണ്ട്, ഒരു ഇതിലേലും പോയിക്കോളുന്നതാണ്. ഇപ്പൊ ആകെ വഴിയായി മാറി. നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി. ആ വഴിയിൽ നിന്നൊക്കെ മണ്ണ് കുത്തി ഒലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു അണ്ടർപാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ എല്ലാ ഉദ്ദേശം, ഈ ജനങ്ങളെ ഉദ്ദേശം. ഒരുപാട് നടക്കത്തക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അതിവിടെ സന്ദർശകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റെയിൽപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശാന്തപുരം അൽജാമിയ കോളേജ്, ശാന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, മുള്ളിയാകുരിശി LP UP സ്കൂളുകൾ, പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങളും, കിഴക്ക് ഭാഗത്ത് പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ്, പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചുങ്കം LP സ്കൂൾ, അങ്കണവാടി തുടങ്ങിയ സ്ഥാപനങ്ങളുമുണ്ട്. ഇവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും കാൽനടയായി പോകുന്ന വഴിയാണിത്. കൂട്ടിൽ, ചേരിയം, വലമ്പൂർ, മുള്ളിയാകുരിശി, കൊക്കാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ റെയിൽപാത വരുന്നതിന് മുമ്പ് തന്നെ എളുപ്പത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പട്ടിക്കാട് ചുങ്കത്തേക്കും മറ്റും കാൽനടയായി വന്നിരുന്ന വഴിയാണിത്. പാളം മുറിച്ചു കടക്കാൻ റെയിൽവേയുടെ അനുമതി പ്രകാരം നാട്ടുകാർ നിർമ്മിച്ചിരുന്ന പടികൾ അടുത്ത കാലത്തായി റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു. ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ പാളം മുറിച്ച് കടക്കുന്നത്. ആളുകളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനും ഈ ഭാഗത്തെ ഒരു അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുവാദം നേടിയെടുക്കാനുമായി നാട്ടുകാർ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. കേരള പ്രവാസി സംഘം ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനം നടന്നു. അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം KPS സംസ്ഥാന കമ്മിറ്റി അംഗം VK ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. 2026 ജനുവരിയിൽ നടക്കുന്ന കേരള സംസ്ഥാന പ്രവാസി സംഘം 7ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ മുതൽ ചെർപ്പളശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VK ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ നമ്മൾ ഈ സമ്മേളനത്തിൽ വിലയിരുത്തി പോകും. നമ്മുടെ രാജ്യം പ്രവാസികൾ കൊണ്ട് നേടിയിട്ടുള്ള നേട്ടങ്ങളും ഈ രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ഗുണങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതാണ്.
അതിൽ ഉപരി നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം എന്തായിരുന്നു, ഇപ്പൊ നമ്മുടെ സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ഈ സമ്മേളനങ്ങളും പ്രവാസികളും ഒന്ന് വിലയിരുത്തി പോകേണ്ടതുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഇതിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടൊരു പേരാണ്. എന്നാൽ നമുക്ക് സമൂഹവും ഗവൺമെന്റും ചാർത്തി തന്നിട്ടുള്ളത് കുടിയേറ്റ തൊഴിലാളി എന്നൊരു തൊഴിലാളി വിഭാഗമാണ്. നമ്മൾ വലിയ പ്രമാണിമാരൊന്നുമല്ല, പണിയെടുക്കാൻ വേണ്ടി അന്യനാടുകളിൽ പോയവരാണ്. ഈ കുടിയേറ്റം തിരഞ്ഞെടുക്കുന്നത് 2-3 തരങ്ങളിലായിട്ടാണ് കുടിയേറ്റങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ. KPS ഏരിയ പ്രസിഡന്റ് PK കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം ജില്ലാ ട്രഷറർ CP സൈദലവി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യാഹു ലിബർട്ടി, ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് പട്ടാമ്പി, സൈനുദ്ദീൻ, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, KPS ഏരിയ ട്രഷറർ രഘുപ്രസാദ്, മുതിർന്ന പ്രവാസി അംഗം ഹംസ പറക്കാടൻ, V കുശൻ തുടങ്ങിയവർ പങ്കെടുത്തു. 110ഓളം പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. പെരിന്തൽമണ്ണയിൽ MSFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. സംഘപരിവാറിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തുറന്നിട്ടിരിക്കുകയാണെന്ന് MSF നേതാക്കൾ ആരോപിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാം മാസ്റ്റർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ MSF പ്രസിഡന്റ് ഹുദൈഫ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അൻസാർ പാതാക്കര, ആദിൽ കുന്നപ്പള്ളി, ഷെരീഫ് കക്കൂത്ത്, ആസിഫ്, ഉനൈസ് കക്കൂത്ത്, അഷ്ഫാഖ്, അസ്ലഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് പ്രതിഷേധാർഹമാണെന്നും RSS പദ്ധതിക്ക് കയ്യൊപ്പിട്ട ഇടത് സർക്കാരിന് കേരള ജനത മാപ്പ് നൽകില്ലെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴുപറമ്പ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നാസർ കീഴുപറമ്പ്. കേരളീയ സമൂഹത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് PM ശ്രീയിൽ ഒപ്പുവെച്ച പിണറായി സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴുപറമ്പ് പറഞ്ഞു. സംഘപരിവാറിനെ ആശയപരമായും പ്രായോഗികമായും പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം കൂടുതൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. RSSനെതിരായ പ്രതിരോധം കേവലം പാർട്ടി സമ്മേളനങ്ങളിലെ പ്രമേയങ്ങളിലും പഠന ക്ലാസുകളിലും മാത്രം ഒതുക്കേണ്ടതല്ലെന്ന് CPM മനസ്സിലാക്കണമെന്നും നാസർ കീഴുപറമ്പ് പറഞ്ഞു. സംഘവിരുദ്ധ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ സമ്മതിക്കുന്നത് അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വരമ്പൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, മണ്ഡലം പ്രസിഡന്റ് KP ഫാറൂഖ്, സെക്രട്ടറി മുഖ്യമുദ്ദീൻ CH, പഞ്ചായത്ത് സെക്രട്ടറി ശിഹാബ് തിരൂർക്കാട്, മനാഫ് തൊട്ടോളി, സക്കീർ ഹുസൈൻ, നസീമ മദാരി, നൌഷാദ് അരിപ്ര, സാഹിദ ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പച്ചത്തുരുത്ത് ഒരുക്കുന്നതിന്റെ ഭാഗമായി പനത്തൈകൾ നട്ടു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ ഒരു തൈ നടാം, ജനകീയ വൃക്ഷവൽക്കരണം, നെറ്റ് സീറോ കാർബൺ, പഠനപർവം തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് 51 പനം തൈകൾ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നട്ടത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷനായി. സ്ഥിരസമിതി അധ്യക്ഷരായ സുനീറ മുജീബ്, T ലത, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സിതാര, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പാടം ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം പട്ടല്ലൂർ മനക്കൽ ദാമോദരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. നവംബർ 26 വൃശ്ചികം 10 താലപ്പൊലി മഹോത്സവവും നവംബർ 27 വൃശ്ചികം 11 ദേശവേലകളുടെ സംഗമവും നടക്കും. ബുക്ക്ലെറ്റ് പ്രകാശനം പട്ടല്ലൂർ മനക്കൽ ദാമോദരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. അടൂർ നരസിംഹമൂർത്തി ക്ഷേത്രം മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ വിതരണവും സ്വീകരിച്ചു. പ്രകാശൻ കണക്കില്ലം ആദ്യ സംഭാവന ക്ഷേത്രം കമ്മിറ്റിക്ക് നൽകി. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി അനീഷ് ഇടമുറ്റത്ത്, അടൂർ നരസിംഹമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് KG വിജയൻ,
ആഘോഷ കമ്മിറ്റി ഖജാൻജി കെ സന്തോഷ് ബാബു, ഭീമനാട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിജയകുമാർ ആറ്റക്കര, താലപ്പൊലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു മടത്തിൽ, ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് അജിത മേനോൻ അറക്കൽ, മാതൃസമിതി സെക്രട്ടറി കാഞ്ചന വിജയരാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നവംബർ 26 വൃശ്ചികം 10 താലപ്പൊലി മഹോത്സവവും നവംബർ 27 വൃശ്ചികം 11 ദേശവേലകളുടെ സംഗമവും നടക്കും. കേരള NGO അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ബ്രാഞ്ച് കമ്മിറ്റി പതാക ദിനാചരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ തെരുവുകളിലും സർക്കാർ ഓഫീസുകളിലും സമരം ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംശയവും വേണ്ട, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരായി, ഈ ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി, ജീവനക്കാരോടുള്ള വഞ്ചനാപരമായ നിലപാടിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക്, നിർണായകമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള തീരുമാനം കേരളീയ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സമ്മേളന നടപടികൾ പൂർത്തീകരിച്ച് ജില്ലകളിലേക്ക് വരുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദിനങ്ങൾ വിശ്രമിക്കാനുള്ളതല്ല. ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ വഞ്ചനയുടെ നേർചിത്രം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ഒപ്പം കേരളീയ പൊതുനിരത്തുകളിലും നിന്ന് കൊണ്ട് പറഞ്ഞു തന്നെ പോകാനാണ് ഈ ഗവൺമെന്റിനെതിരായ പോരാട്ടങ്ങളുടെ കുന്തമുന തീർത്തുകൊണ്ടുള്ള നിർണായകമായ സമരദിനങ്ങളായി വരാനിരിക്കുന്ന ദിവസങ്ങൾ കേരളത്തിന്റെ സിവിൽ സർവീസിൽ മാറ്റിയെടുക്കാൻ NGO അസോസിയേഷൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ബ്രാഞ്ച് പ്രസിഡന്റ് MR രഘുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി, ജില്ലാ സെക്രട്ടറി A ഗോപിദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് കെ രാജ്, ജില്ലാ ട്രഷറർ J അനീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റോബർട്ട്, ബ്രാഞ്ച് ട്രഷറർ V രാധാകൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം മുരളീകൃഷ്ണൻ, N ഉമേഷ്, TK റഷീദ, ബേബി, സജിൻ P കൃഷ്ണ എന്നിവർ സംസാരിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു. ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ P രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, SMC ചെയർമാൻ സിദ്ദിഖ് പറക്കാടൻ, സ്കൂൾ പ്രിൻസിപ്പൽ P അബ്ദുൾ സലീം, VHC വിഭാഗം പ്രിൻസിപ്പൽ TP ജയകുമാർ, ഹെഡ് മിസ്ട്രസ് K ഷീജ, അധ്യാപകരായ P രാജേഷ്, ബേബി സലീന, KK ജഫർ, അൽഫിന സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. റാലിയിൽ വിവിധ വിഭാഗങ്ങളിലെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS, JRC, ലിറ്റിൽ കൈറ്റ്സ് വോളണ്ടിയേഴ്സ് എന്നിവർ അണിനിരന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേർ കൂടി അറസ്റ്റിൽ. കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ്. നേരത്തെ കേസിൽ 11 പേർ അറസ്റ്റിലായി. പാലക്കാട് രേഖകളില്ലാത്ത 2,31,00,000 രൂപയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. നൂറണി സ്വദേശികളായ കൃഷ്ണൻ, ഹാരിസ് എന്നിവരാണ് പിടിയിലായത്. ഓട്ടോറിക്ഷയിൽ പണം കടത്തുന്നതിനിടെയാണ് ഇരുവരും അറസ്റ്റിലായത്. താഴേക്കോട് സ്വകാര്യ ബസ്സിൽ വെച്ച് വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. ബിഡാത്തി സ്വദേശിയായ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. താഴേക്കോട് സ്വദേശി ഹംസയെയാണ് യുവാവ് ക്രൂരമായി മർദ്ദിച്ചത്. മണ്ണാർക്കാട് തത്തേങ്കലത്ത് പശുക്കുട്ടിയെ തന്റെ കൺമുന്നിൽ വെച്ച് കടുവ പിടിച്ചതായി കർഷകൻ. മേയ്ക്കാൻ വിട്ട പശുക്കുട്ടിയെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വലിയ കടുവയാണ് എത്തിയതെന്നും കർഷകൻ ബഷീർ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ CPM വിമതരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചന. CPM-ൽ നിന്ന് പുറത്താക്കിയ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഓലിക്കൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കും. പഞ്ചായത്തിൽ ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.